ആദ്യം തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ബാക്കിയുള്ള പ്രായമുള്ള ആൾക്കാരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിച്ച് കൊണ്ടുപോകാൻ. അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോകണം. ചുവപ്പ് സാരി ഒക്കെ കൊടുത്ത് തന്നെ, മലപ്പുറം കൊടുത്ത് തന്നെയാ. ആളുകളെ അതൊന്നുമില്ല, ഒരാളും സ്വാധീനമില്ല. പണ്ടേ അങ്ങനെ തന്നെയാണ്. ഇലക്ഷൻ ഉള്ള സമയത്ത് വോട്ട് ചെയ്യുന്ന സമയത്തും ഇതേ ഡ്രസ്സ് തന്നെ വരിക. അന്ന് മുതൽക്ക് ഇന്ന് വരെ തന്നെയുള്ളു. എല്ലാ ഇലക്ഷനും ഇങ്ങനെയാണ്. എല്ലാ ഇലക്ഷനും തന്നെ. ഓക്കെ, അതേപോലെ തന്നെ ഞങ്ങൾ കുറെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ കുറച്ച് ആളുകളുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഓരോ വിളിക്കാൻ പോകാനൊക്കെ ഉണ്ടാവും. ഓരോ വീട്ടിൽ സന്ദർശിച്ച് വോട്ട് ചെയ്യാത്ത ആളുകളെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കാനുണ്ടാവും. ഞങ്ങൾ പാർട്ടി പ്രവർത്തകരാണ്. ഒരുപാട് ജോലിയുണ്ട് രാവിലെ. ജോലികൾ ചായ ചോറ് എല്ലാം ആക്കിയൊരു പോകുന്ന 4 മണിക്ക് എണീച്ച് ഒന്ന് ഈ സമയത്ത് ഉറക്കുണ്ടാവും. ഒരു സന്തോഷ ദിവസം അന്ന്. അപ്പൊ ഇന്നലെ രാത്രി ഉറക്കില്ലാത്ത ഒരു രാത്രിയാണ്. ഉറങ്ങിയിട്ടില്ല. ഇല്ല, രാത്രി പിറ്റേന്ന് രാവിലെ എണീക്കണോ എന്നുള്ളൊരു ഇതിൽ നിൽക്കുന്നതാ. അപ്പൊ ഞങ്ങൾ 4 മണിക്ക് എണീച്ച് ചോറ് ചായ എല്ലാം ഉണ്ടാക്കി പോകുന്നതാ. ടെൻഷനാണോ വീണ്ടും തുടരുമെന്നൊക്കെ? ഒരു ടെൻഷനും ഇല്ല. ഭയങ്കര കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് ആണ്. അല്ല, നേരത്തെ വോട്ട് ചെയ്ത് പോയത് സാറിന് എങ്ങനെ ചെയ്യല്? നേരത്തെ വോട്ട് ചെയ്തിട്ട് നമ്മളെ പണി എടുക്കാൻ പോകല്ലോ, അതുകൊണ്ട് നേരത്തെ പോയത്. പിന്നെ നേരത്തെ വോട്ട് ചെയ്താൽ പിന്നെ നമ്മളെ പണിക്ക് പോകാലോ. ഫ്രീ ആയി പിന്നെ വരണമെന്നുള്ളൊരു ടെൻഷൻ. പിന്നെ ഭയങ്കര ചൂടാണല്ലോ ഇപ്പോൾ. ഉച്ചയാകുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടായിരിക്കും, ആളുകൾ തിരക്കാവും. രാവിലെ നേരത്തെ വന്ന് ചെയ്താണ് പോവാം.